നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ശൈത്യത്തിന്റെ വരവറിയിച്ച് മഴയെത്തിയത് കലിതുള്ളിയാണ്. ഇന്നലെ ഉച്ചയോടെ ദോഹ നഗരത്തിൽ ഉൾപ്പെടെ രാജ്യത്ത് മിക്കയിടത്തും കനത്ത മഴയായിരുന്നു ലഭ്യമായത്. ഇതേ തുടർന്ന് കനത്ത നാശനഷ്ടമാണ് പലയിടങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായ പൊടിക്കാറ്റിന് പിന്നാലെയാണ് ഇടിമിന്നലോട് കൂടിയ മഴ തകർത്ത് പെയ്തത്. മണിക്കൂറിൽ 22 നോട്ടിക് മൈലിൽ കൂടുതൽ വേഗത്തിൽ കാറ്റും വീശിയിരുന്നു. പലയിടങ്ങളിലും ആലിപ്പഴവും വീണതും തീക്ഷ്ണത വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. ഉച്ചയ്ക്ക് 1 മണിയോടെ ആരംഭിച്ച കാലാവസ്ഥാ മാറ്റം രാത്രി വരെ തുടർന്നതും പലയിടങ്ങളിൽ ജനജീവിതം വരെ സ്തംഭിക്കുകയാണ് ഉണ്ടായത്. ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സാധാരണയായി ജോലിക്ക് പോയ പ്രവാസികൾ ഏവരും തന്നെ ഉച്ചയോടെ തിരികെ എത്തുകയും ഉണ്ടായി. പല സ്കൂളുകളും അവധി പ്രഖ്യാപിക്കുകയുണ്ടായി. പൊടിക്കാറ്റിനെ തുടർന്ന് ദൂരക്കാഴ്ച ഗണ്യമായി കുറയുകയും ചെയ്തു. രാവിലെ മുതൽ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ വകുപ്പ് യഥാസമയങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. നഗരസഭാ പരിസ്ഥിതി മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ശൈത്യം അറിയിച്ചെത്തിയ മഴയുടെ വീഡിയോയും ചിത്രങ്ങളുമൊക്കെയായി സമൂഹ മാധ്യമങ്ങളും സജീവമാകുകയുണ്ടായി. ഇന്നലെ വൈകിട്ട് നേരിയ ചാറ്റൽ മഴയും കാറ്റുമായാണ് കാലാവസ്ഥ തുടർന്നത്. തിങ്കളാഴ്ച വരെ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയുണ്ടായി. ശക്തമായ കാറ്റിനും കനത്ത തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ കടലിൽ പോകുന്നവർ യാത്ര ഒഴിവാക്കണമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുകയുണ്ടായി. മഴയുള്ളപ്പോൾ അടിയന്തര സഹായം ഉറപ്പാക്കാൻ അതത് നഗരസഭകളിൽ മഴ അടിയന്തര ഫോൺ നമ്പറുകളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. വാഹനം ഓടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായി മഴയുള്ളപ്പോൾ ജാഗ്രതയില്ലാതെ വാഹനം ഓടിക്കരുത്. ടയർ തെന്നി മാറാനും നിയന്ത്രണം നഷ്ടപ്പെടാനും ഇത് ഇടയാക്കുന്നതാണ്. നനഞ്ഞ റോഡിലൂടെ അമിത വേഗത്തിൽ വാഹനം ഓടിക്കരുത്. മറ്റു വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും അരുത്. റോഡിലെ വെള്ളക്കെട്ടുകളിൽ അകപ്പെടാതിരിക്കാൻ ജാഗ്രതയോടെ വേണം വാഹനം ഓടിക്കാൻ. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. വാഹനത്തിന്റെ ടയറുകൾ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തണം. മുൻപിലുള്ള വാഹനവുമായി സാധാരണ സുരക്ഷാ അകലത്തേക്കാൾ കൂടുതൽ അകലം പാലിക്കുകയും ചെയ്യണം. കാറിന്റെ വൈപ്പറുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. വിൻഷീൽഡും റിയർ വിൻഡോയും വൃത്തിയായി സൂക്ഷിക്കണം. ഹസാർഡ് ലൈറ്റുകൾ ഉപയോഗിക്കരുത്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഇടിയും മിന്നലും അതോടൊപ്പം തന്നെ കനത്ത മഴയും ഉള്ളപ്പോൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. കാറിനുള്ളിലാണെങ്കിൽ ജനലുകൾ അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മേൽക്കൂരുകൾ, വൈദ്യുത പോളുകൾ, ഉയർന്ന മരം എന്നിവയുടെ താഴെ നിൽക്കരുത്. തുറസായ സ്ഥലങ്ങളിൽ വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് അകലം പാലിക്കുകയും ചെയ്യണം. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.